അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ പ്രഷർ കൂടുതലായി തോന്നിയിരിക്കുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു 3 വർഷം മുന്നേ എൻ്റെ ഭാര്യയ്ക്ക് മിക്ക ദിവസങ്ങളിലും തലവേദനയും ഛർദിയും. ഒരു ദിവസം പോയി ഇഞ്ചക്ഷൻ വയ്ക്കും, വീണ്ടും തിരിച്ചു വരും, കുറയും, പിന്നെയും കൂടും, പിന്നെയും കുറയും. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഫ്ലഷ് അടിച്ചാലും കൂടുതൽ പദാർത്ഥം കാണുന്നു. അപ്പോൾ വീണ്ടും ഡൗട്ട് അടിച്ചു. അപ്പോൾ പറഞ്ഞത് മൂത്രത്തിലെങ്ങാനും കല്ലുണ്ടാവും എന്നാണ് അന്നത്തെ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി ഇങ്ങനെ 2 ദിവസം കൂടുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അന്നൊന്നും കിഡ്നിയുടെ അസുഖമാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും വേറൊരു ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ രാജഗിരിയിലുള്ളൊരു ജോസ് തോമസ് സാറെ കാണിച്ചു. അപ്പോഴാണ് ആൾ പറഞ്ഞത് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോൾ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ ആ റിസൾട്ട് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞത് കിഡ്നിയുടെ 80% വർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, പരമാവധി ശ്രദ്ധിക്കണം, ഇനി നമുക്ക് ഡയാലിസിസേ മാർഗമുള്ളൂ, നമുക്ക് എന്തായാലും കുറച്ചു കാലം ഗുളിക കഴിച്ച് നോക്കാം, അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം ഗുളിക കഴിച്ച് പിന്നെ ഛർദി നിൽക്കാതെയായി. എന്ത് കഴിച്ചാലും ഛർദിക്കുക. നല്ല തടി ഉണ്ടായിരുന്ന ആള് തീരെ തടിയില്ലാതായി. 82 വെയിറ്റ് നടന്ന ആള് 54 വരെയായി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു കിഡ്നിയുടെ അരിപ്പ് വറക്കുന്നത് ഫുള്ളായി നിന്ന് പോയിരിക്കുകയാണ്, ഇനി ഡയാലിസിസ് തന്നെയാണ് മാർഗം. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ഡയാലിസിസ് ചെയ്തിട്ട് അധിക കാലമുണ്ട്, ഭാര്യയ്ക്കും താല്പര്യമില്ല ഡയാലിസിസ് ചെയ്യാൻ, എങ്ങനെയാലും മാറ്റി വയ്ക്കാം. അതിന് ഞങ്ങൾ ഒരു ദാതാവിനെ അന്വേഷിച്ചു തുടങ്ങി. വീട്ടിലുള്ളവരെയൊക്കെ നോക്കി, അമ്മയ്ക്ക് നോക്കി, എല്ലാവരും നോക്കി. അങ്ങനെ അമ്മയുടെ ഒന്നും പറ്റാതെ തോന്നി. വയസ്സായതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, പിന്നെ വേറെ അസുഖങ്ങളൊന്നും കിഡ്നി വയ്ക്കാൻ ആൾക്ക് പാടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ജോസ് തോമസ് സാർ പറഞ്ഞു പുറത്തുനിന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചാലും നമ്മൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അവരെല്ലാ ബാധ്യതകളും നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഇരിക്കെ ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചു, എൻ്റെ എ പോസിറ്റീവും അവളുടെ AB പോസിറ്റീവും ബ്ലഡ് ഗ്രൂപ്പാണ്, അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ഭയങ്കര പോസിറ്റീവായി പറഞ്ഞത് പിന്നെന്താ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല, അത് നമുക്ക് സർജറി ചെയ്യാം, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞങ്ങൾക്ക് അതിനുള്ള ഉപദേശങ്ങൾ തന്നത് ജോസ് തോമസ് സാറിൻ്റെ കീഴിലുള്ള റോണി സാറായിരുന്നു. അതായത് രാജഗിരി ഹോസ്പിറ്റലിലെ കോർഡിനേറ്റർ റോണി സാർ. ആള് ഒരു സഹോദരനെ പോലെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ആള് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ പേപ്പറുകളാണ് ശരിയാക്കേണ്ടത് അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി നല്ലപോലെ നമുക്ക് ചെയ്തു തരാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, ഇത്രയും പെട്ടെന്ന് ഒരു ആളുടെ കിഡ്നി സർജറി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാ പേപ്പറുകളും ഭയങ്കര ഫാസ്റ്റായിരുന്നു. പിന്നെ ഭാര്യ വക്കീലായതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ നോട്ടറി വക്കീലിനെ കാണിലും ആ പേപ്പർ കുറേയധികം പേപ്പർ വർക്കുകൾ ശരിയാക്കാനുണ്ട്. ആ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റിയത് ചാലക്കുടി വക്കീലന്മാരുടെ സഹായം കൊണ്ടാണ്. ഭാര്യ അവിടുത്തെ വക്കീലായ കാരണം എല്ലാവരും കൂട്ടുകാരാണ്. അപ്പോൾ അവരൊക്കെ സഹായം പെട്ടെന്ന് കൂടി വന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളെല്ലാ പേപ്പറുകളും ശരിയായി പെട്ടെന്ന് തന്നെ കൊടുത്തു. അങ്ങനെ സർജറിക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറായി. പക്ഷേ വരെ ഒരു ബാധ്യത ഉണ്ടായിരുന്നത് സാമ്പത്തികമായിരുന്നു. 10 ലക്ഷമായിരുന്നു ജോസ് തോമസ് സാറ് ഞങ്ങൾക്ക് ചിലവ് വേണ്ടി വരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേ ടെസ്റ്റുകളുണ്ടാവും. എനിക്കും ടെസ്റ്റ് ഉണ്ടാവും, ഭാര്യയ്ക്കും ടെസ്റ്റ് ഉണ്ടാവും. ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് അതിന് വേണ്ടി തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായി, ഇതെങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുക, ഇത്രയധികം പൈസ. അതായത് ഹോസ്പിറ്റലിൽ വേണ്ടി 10 ലക്ഷം രൂപയാണ് അവർ നമുക്കൊരു ടാർഗറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതിനും കൂടുതൽ ഇപ്പോൾ പോയാൽ മനസ്സിലായി. പിന്നെ മാമ്മമാരും അമ്മയും എല്ലാം ചേച്ചിയും എല്ലാവരും കൂട്ടുകാരും എൻ്റെ നല്ല ചങ്ക് കൂട്ടുകാരും എല്ലാവരും കൂടി സഹായിച്ച് ഞങ്ങൾക്ക് 1 രൂപ കടമില്ലാതെ ഈ കാര്യം ഭംഗിയായി നടത്താൻ സാധിച്ചു. നമ്മൾ ഇറങ്ങുമ്പോൾ എനിക്കൊരു പണയം വയ്ക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. 1 രൂപ ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്നാണ് ഞങ്ങളൊരു ഇത്രയും 15 ലക്ഷം രൂപയുടെ അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയത്. നമ്മളൊരു വിഷമം വരുമ്പോൾ നമ്മൾ തളരുകയല്ല വേണ്ടത്, നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കും. നമ്മളൊന്നുമില്ല പറഞ്ഞ് കൈമകർത്തി ഒന്നിനും ഇരിക്കരുത്, നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക, നമുക്കുള്ളത് ദൈവം തരാതിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി. സർജറി തുടങ്ങി.
ഹോസ്പിറ്റലിൽ ICU കയറ്റി കയറുമ്പോൾ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ആണെന്നും. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഭാര്യയും വഴിക്ക് കിടക്കുമ്പോൾ എനിക്ക് എന്ത് ടെൻഷൻ വരാനാണ് എൻ്റെ കാര്യം ആലോചിച്ച്. കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കുക എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പരിപാടികൾ കഴിഞ്ഞു. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 5 ദിവസം അനങ്ങാൻ പറ്റുകയില്ല. ഒരു ചുമ പോലും ചുമയ്ക്കാൻ എനിക്ക് ഭയമായിരുന്നു. എന്താ വെച്ചാൽ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ഈ അടിവേരൻ്റെ അവിടെ കീറിയേൻ്റെ അവിടെ വന്നിട്ടാവും നമ്മുടെ ചുമ ഒന്ന് അടിക്കുക. ഭയങ്കര വേദനയായിരിക്കും. ചുമയ്ക്കാതിരിക്കാൻ ഞാൻ വെള്ളം തൊണ്ടയിൽ കൂടെ ഇറക്കി ചുമ വരുമ്പോൾ ഒരു 5 ദിവസം ചുമയ്ക്കാതെ ഇരുന്ന് എന്നാലും നമ്മൾ ചുമയ്ക്കും. അപ്പോൾ അടിക്കും. ആ വേദന നമ്മൾ ശരിക്കറിയും. 5 ദിവസം കൊടുക്കാത്ത വേദനയാണ്. 5 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഡെവലപ്പായി വരും. ഇപ്പോൾ ഒരു 7 മാസമായി. ഇപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയ്ക്കാണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ വിറ്റമിൻസിന് കുറേയധികം ഗുളികളുണ്ട്. ഒരു 4,500 രൂപയുടെ ആഴ്ചയിൽ മരുന്ന് കഴിക്കണം. എനിക്ക് മരുന്നുകളൊന്നുമില്ല. ഞാനായിരുന്നു ഭാര്യയ്ക്ക് കൊടുത്തത്. എനിക്കൊരു 3 മാസം മരുന്നുണ്ടായുള്ളൂ. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വം പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രഷർ കൂടിയവരും ഇടയ്ക്കൊന്ന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക. എന്താ വെച്ചാൽ കിഡ്നിയുടെ മെയിൻ ഘടകം പ്രഷറാണ്. പ്രഷർ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കിഡ്നിയുടെ അസുഖം. കിഡ്നിയെ ബേസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും പ്രഷറിനോടാണ്. അപ്പോൾ പ്രഷർ നമ്മൾ വരാതെ കൂടുതലായിട്ടുള്ള ടെൻഷനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രഷർ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക, മൂത്രം ചെക്ക് ചെയ്യുക. ഹീമോഗ്ലോബിൻ വളരെ നന്നായി കുറയും. അതുപോലെ ഇടുപ്പല് വേദന, മൊത്തം നമുക്ക് ശരീരത്തിൽ വേദനയൊക്കെ ഉണ്ടാവും. ഛർദി കൂടും. എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് അവർക്ക് സംശയമില്ല. അതിന് മുന്നേ അവർ വേറെ ഹോസ്പിറ്റലിൽ പോയി ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് അവർക്ക് പോലും അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ജോസ് സാറിൻ്റെ കീഴിൽ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ, ഇവിടെ പോയിട്ട് എല്ലാവരും ഇങ്ങനെയുള്ള അസുഖമുള്ളവർ ചെല്ലുക. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കും. കൂട്ടിൽ നിങ്ങൾക്ക് റോണി സാറുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തരാൻ. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് വരാം. എല്ലാവരും ഒന്ന് ഇടയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ബ്ലഡ് തീർച്ചയായും ചെക്ക് ചെയ്യുക, ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക. ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.